Hi friends, welcome to PreSuccess course. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മെമ്മറി കോഡ് ആയിട്ടാണ്. അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ ടാക്സസ് എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് പഠിക്കാം എന്നുള്ളതിന്റെ ചെറിയൊരു മെമ്മറി കോഡ് ആയിട്ടാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന മെമ്മറി കോഡ് ICSE എന്നുള്ള ഈ 4 ലെറ്റേഴ്സ് ആണ്. ICSE ഈ 4 ലെറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് സെൻട്രൽ ഗവൺമെന്റിന്റെ ടാക്സസ് ഏതൊക്കെയാണെന്ന് പെട്ടെന്ന് ഓർത്തു വയ്ക്കാം. ഈ ഓരോ ലെറ്ററിനും ഒരു അബ്രിവിയേഷൻ ഉണ്ടാവും. അതായത് I stands for ഇൻകം ടാക്സ്, C എന്ന് പറയുന്നത് കസ്റ്റംസ് ടാക്സ് ആണ്, S സർവീസ് ടാക്സ്, E എക്സൈസ് ടാക്സ് അല്ലെങ്കിൽ എക്സൈസ് ഡ്യൂട്ടി. ഓക്കെ, അപ്പോൾ ഈ 4 എണ്ണമാണ് മെയിനായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ടാക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ അത് ഓർത്ത് വയ്ക്കുക? ICSE ഇൻകം ടാക്സ്, കസ്റ്റംസ് ടാക്സ്, സർവീസ് ടാക്സ് ആൻഡ് എക്സൈസ് ഡ്യൂട്ടി അല്ലെങ്കിൽ എക്സൈസ് ടാക്സ്. ഓക്കെ, ഇനി ഇതിനെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസും കൂടി ഞാൻ പറയുകയാണ്. നമ്മൾ ടാക്സസിൻ്റെ കാര്യം പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിറ്റി വരുന്നുണ്ട്. ഏതാണ്? കൊൽക്കത്ത. എന്താണ് കൊൽക്കത്തയുടെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ എന്താണ് കൊൽക്കത്തയും ടാക്സും തമ്മിലുള്ള ഒരു ലിങ്ക് എന്താണ്? അതായത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നികുതിദായകരുള്ള പട്ടണമാണ് കൊൽക്കത്ത. എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നികുതിദായകരുള്ള പട്ടണം കൊൽക്കത്തയാണ്. അതുപോലെ തന്നെ നമ്മൾ കേട്ടിട്ടുള്ളൊരു സംഭവമാണ് വാല്യൂ ആഡഡ് ടാക്സ് അല്ലെങ്കിൽ മൂല്യവർദ്ധിത നികുതി. എന്താണ് ഈ വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറയുന്നത്? അതായത് അടയ്ക്കേണ്ട നികുതി നികുതിദായകന് സ്വയം വിലയിരുത്താൻ കഴിയുന്ന സംവിധാനത്തെയാണ് വാറ്റ് അല്ലെങ്കിൽ മൂല്യവർദ്ധിത നികുതി എന്ന് പറയുന്നത്. എന്താണ്? നമ്മൾ അടയ്ക്കേണ്ട നികുതി നികുതിദായകന് സ്വന്തമായിട്ട് തന്നെ വിലയിരുത്താൻ പറ്റുന്നൊരു സംവിധാനമാണ് ഈ വാറ്റ് എന്ന് പറയുന്നത്. പ്രീവിയസ് ഇയർ ഒരു എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് വാല്യൂ ആഡഡ് ടാക്സ് എന്നുള്ള ആ ഒരു പ്രൊവിഷൻ എന്നാണ് നിലവിൽ വന്നത്. എന്നാണ് വാല്യൂ ആഡഡ് ടാക്സ് നിലവിൽ വന്നത്? 2005 ഏപ്രിൽ 1 2005 ഏപ്രിൽ 1 എന്തിന് നിലവിൽ വന്നത്? വാറ്റ് അല്ലെങ്കിൽ മൂല്യവർദ്ധിത നികുതി നിലവിൽ വന്നത്. സോ ഓർത്ത് വയ്ക്കുക, 2005 ഏപ്രിൽ 1 വാല്യൂ ആഡഡ് ടാക്സ് എന്നുള്ള ഒരു പ്രൊസീജിയർ നിലവിൽ വന്നത്. പിന്നെ വരുന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിറ്റിയാണ് ഹരിയാന അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് ആണ് ഹരിയാന എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ട് വാറ്റ് സിസ്റ്റം നിലവിൽ വന്നത് എവിടെയാണ്? ഹരിയാനയിലാണ്. അപ്പം മാറിപ്പോവരുത്. കൊൽക്കത്ത എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നികുതിദായകരുള്ള പട്ടണമാണ് കൊൽക്കത്ത എന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യയിൽ ആദ്യമായിട്ട് വാറ്റ് വാല്യൂ ആഡഡ് ടാക്സ് അല്ലെങ്കിൽ മൂല്യവർദ്ധിത നികുതി നിലവിൽ വന്നത് എവിടെയാണ്? ഹരിയാനയിലാണ്. അതുപോലെ തന്നെ വാറ്റ് സ്റ്റാർട്ട് ചെയ്തത് 2005 ഏപ്രിൽ 1 അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത്? ICSE എന്നുള്ള ആ ഒരു ഷോർട്ട് ഫോമിൽ നിന്നാണ് തുടങ്ങിയത്. ഇതെന്താണ്? സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ടാക്സസ് ആണ് ഈ ICSE എന്ന് പറയുന്നത്. ഇൻകം ടാക്സ്, കസ്റ്റംസ് ടാക്സ്, സർവീസ് ടാക്സ് ആൻഡ് എക്സൈസ് ഡ്യൂട്ടി. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ചാനലിൻ്റെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക.